ജയം സ്വന്തമാക്കിയിരിക്കുന്നു. 26ാം തവണയാണ് അത് ലഭിച്ചതോടുകൂടി അവിടെ ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്കിടാതെ കാത്തുസൂക്ഷിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പ്രായമെത്താത്ത ശബ്ദങ്ങൾക്ക് മുകളിൽ കുതിര കയറാമെന്നും കരുതരുത്. ഞങ്ങൾക്ക് മുന്നേ പോയവർ കൊളുത്തിയെത്തി ഞങ്ങൾക്കിടാതെ സൂക്ഷിക്കുമെന്ന് തൊണ്ടമത്തുള്ളത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 26ാം വർഷവും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അതിൽ നിന്ന് 133 യൂണിവേഴ്സിറ്റിമാരെയാണ് സർവകലാശാലയുടെ 3 ജില്ലകളിലും തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 78 യൂണിവേഴ്സിറ്റിമാരാണ് SFIക്കുള്ളത്. ആ 78 യൂണിവേഴ്സിറ്റിമാരും വിജയിച്ചു വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ ലോകമനുഷ്യർ നേരിടുന്ന വിഷയങ്ങളും സാമ്രാജ്യത്വത്തിനെതിരെയുള്ള നിലപാടും ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയും വലതുപക്ഷത്തിന്റെ ആശയങ്ങൾക്കെതിരെയും വർഗീയവാദത്തിനെതിരെയുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചും 35 രക്തസാക്ഷികൾക്കെതിരെയുള്ള പോരാട്ട നൗകയിൽ മുന്നോട്ട് പോകുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും വർഷങ്ങളായി നെയ്തെടുത്ത രാഷ്ട്രീയ മരീചികയിൽ ഏറ്റവും മനോഹരമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ക്യാമ്പസിൽ ആർത്തുലയ്ക്കുന്നത് പോലെ പറഞ്ഞു വന്ന 78ഓളം വരുന്ന വിദ്യാർത്ഥി സഖാക്കളുടെ ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഏറ്റവും സചേതനമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി 26ാം തവണയും SFI വിജയിച്ചു വരുന്നു. കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനായി വിജയിച്ചു വന്നത് ഞങ്ങൾ ഏതെങ്കിലും മാനേജ്മെന്റ് കോട്ടയിൽ നിന്ന് കടന്നു വന്ന UEC അല്ല. ഏതെങ്കിലും ലീഗ് മാനേജ്മെന്റ് അപ്ചാരം കൊടുത്തിട്ട് MSFകാരൻ KSUക്കാരൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടന SFIക്കാരനെ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് കയറ്റിവിടരുത് എന്ന് തിട്ടൂരം മാനേജ്മെന്റിനെ കൊണ്ട് പറഞ്ഞുറപ്പിച്ച് ക്യാമ്പസിനെ ആരാധനാലയങ്ങളെ പോലെ വർഗീയവാദ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിന്റെ ഭാഗമായല്ല സഖാവ് നന്ദജ് വിജയിച്ചു വന്നിട്ടുള്ളത്. കണ്ണൂർ സർവകലാശാലയുടെ 26ാമത്തെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികളുടെ വോട്ടും വാങ്ങിയാണ്. ഇവിടെയാണ് SFIയുടെ മേന്മ നിലനിൽക്കുന്നത്. ഇതാ ഞങ്ങളുടെ വൈസ് ചെയർപേഴ്സണുമായി പറഞ്ഞല്ലോ, സഖാവ് വൈസ് ചെയർപേഴ്സണായി വന്നിട്ടുള്ള ദിൽജിത്ത് കടന്നു വന്നിരിക്കുന്നത് ആ നിലയിൽ കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും സചേതനമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞാണ് MSF ഞങ്ങളുടെ വൈസ് ചെയർമാനും ഇവിടെ വിജയിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കവിതാ കൃഷ്ണൻ വിജയിച്ചു വന്നത് എങ്ങനെയാണ്? ഓരോ ഘട്ടത്തിലും ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും വോട്ട് വിഹിതം വാങ്ങി ആരുടെയെങ്കിലും അച്ചാരം പറ്റി 10,000 രൂപ തരാം, 50,000 രൂപ തരാം, ഐഫോൺ തരാം, പാണക്കാട്ട് തങ്ങളെ കാണിച്ചു തരാം എന്നൊന്നും പറഞ്ഞല്ല, മനോഹരമായി രാഷ്ട്രീയം പറഞ്ഞ് RSSനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് സഖാവ് കവിതാ കൃഷ്ണൻ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. കണ്ണൂർ സർവകലാശാലയുടെ ജനറൽ സെക്രട്ടറിയായി ഇവിടെ ഓരോരോ സഖാക്കളും ഇവിടെ വൈസ് ചെയർപേഴ്സൺ നേടിയ
മുഖ്യമന്ത്രിയായി കഴിഞ്ഞ കാലയളവിൽ ഈ പറഞ്ഞ KSUവിന്റെ മാതായിലെ കോട്ട പൊളിച്ച് അവിടെ UUC ആയി വിജയിച്ചു വന്നാണ് ഇവിടെ അൽന വിനോദ് ഇവിടെ വൈസ് ചെയർപേഴ്സൺ ലേഡിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ കടന്നു വരാൻ പോകുന്നത് ഈ തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. ആ രാഷ്ട്രീയം ഞങ്ങൾ ഇവിടെയും ആവർത്തിച്ചു. ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയായി നിങ്ങൾ രാവിലെ തൊട്ട് വേട്ടയാടുന്നുണ്ടല്ലോ, നിങ്ങൾ UDFന്റെ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ, കേട്ടടോ, ബ്രണ്ണൻ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, ഞങ്ങൾക്ക് രക്തസാക്ഷിയുണ്ട്, അസാഫിന്റെ കോളേജ് ഉണ്ട്. ആ കോളേജിൽ നിന്ന് KSUവായിട്ട് MSF പോലും നോമിനേഷൻ കൊടുക്കാൻ പോലും കഴിയാതെ പേടിച്ചോടി ആയിരക്കണക്കിന് വോട്ട് നേടി വന്ന വിദ്യാർത്ഥിയുടെ പേരാണ് ആദിശ. നിങ്ങളുടെ സൈബർ കൊങ്ങികളുടെ ഏതെങ്കിലും ഒരു അക്രമം കിട്ടിയാൽ തളർന്നു പോകുന്നതല്ല. SFI എന്ന അഡ്രസ്, ആ ലേവൽ SFI എന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തില് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ബാക്കി പത്രമാണ് ആദിശ. അതുകൊണ്ട് ഈ അക്രമം കൊണ്ടൊന്നും ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടെ എക്സിക്യൂട്ടീവായി വിജയിച്ചു വന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി, ഇതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും സചേതനമായ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞ ശ്രീരാഗാണ്. ആ ശ്രീരാഗ് ഉൾപ്പെടെയുള്ള ഈ വിദ്യാർത്ഥികൾ ഇവിടെ ജയിച്ചു വന്നിരിക്കുന്നു. അപ്പോ ഞങ്ങൾക്കെതിരെ ചിലരുടെ പ്രസ്താവനകളുണ്ട്. ഞങ്ങൾ ചെങ്കോട്ട പൊളിക്കും, ഞങ്ങൾ ചെങ്കോട്ട പൊളിച്ചു, ആ കോട്ട പൊളിച്ചു, നിങ്ങളുടെ എല്ലാ നെടുങ്കോട്ടകളും ഞങ്ങൾ പൊളിച്ചടക്കി. ചോദിക്കട്ടെ MSF, ചോദിക്കട്ടെ KSUവെ, ഈ വയനാടും ഈ പറഞ്ഞ കാസർഗോഡും ഈ അറബിക് കോളേജുകൾ ഇല്ലാതെ നേർക്കുനേരെ ഞങ്ങളെ ഒന്ന് മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കണ്ണൂർ സർവകലാശാലയുമെങ്കിൽ കഴിയുമെങ്കിൽ പറ്റൂ, നിങ്ങൾ ചെയ്യൂ. ഈ മാസം 26-ാം തീയതി ഞങ്ങൾ ഈ ക്യാമ്പസുകളിലൊക്കെ വരും. ഞങ്ങളെ അങ്ങോട്ട് കയറ്റാൻ വിടില്ല. ഞങ്ങളെ ക്യാമ്പസിന്റെ മുന്നിൽ അമ്പലം കെട്ടി, പള്ളി കെട്ടി, ഞങ്ങളെ ആരാധനാലയം പോലെയാക്കി, അവിടെ വർഗീയവാദ കോട്ടകൾ കെട്ടി നിങ്ങൾ ഞങ്ങളെ ചെറുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. ഞങ്ങൾ കടന്നു വന്ന് വരിക തന്നെ ചെയ്യും. ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ, ഈ പറഞ്ഞ MSFന്റെ, യൂത്ത് കോൺഗ്രസിന്റെ സകലമാന അക്രമങ്ങളുടെ നിങ്ങൾ ലക്ഷങ്ങൾ ചൊരിഞ്ഞാലും, നിങ്ങൾ 10,000-ങ്ങൾ ചെലവഴിച്ചാലും, നിങ്ങൾ എത്രയൊക്കെ അരാജക പ്രവണതകൾ നടത്തിയാലും, എത്രയൊക്കെ ഞങ്ങളെ ആക്രമിച്ചാലും, ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും. 26 തവണ വിജയിച്ചു എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് MSFന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കാനുള്ളത് SFI എന്ന പേര് സർവകലാശാല ഭരിച്ചതിന്റെ റെക്കോർഡല്ല. SFI എന്ന പേര് കോളേജ് യൂണിയൻ ജയിച്ച ഏറ്റവും ചരിത്രകാല റെക്കോർഡല്ല. SFI എന്ന പേര് കേരളത്തിലെ 14 സർവകലാശാലയിൽ 12 ഭരിക്കുന്ന സർവകലാശാല സംഘടനയുടെ പേരെന്നല്ല. SFI എന്ന വിദ്യാർത്ഥി സംഘടന നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സമരസോചരമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ്. അവരാണ് SFI. ആ SFI-കാരൻ നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ കോട്ടകൾ എന്ന് പറയുന്ന ക്യാമ്പസിലും ഇന്ന് പഠിക്കുന്നുണ്ട്. അവർ നാളെ സമരമായി മാറും. നിങ്ങൾ ഇന്ന് ഉയർത്തിയല്ലോ, ഇന്ന് ഈ രാവിലെ തൊട്ട് ഞങ്ങൾക്കെതിരെ അസരിവാദം പോലെ നുണ പറഞ്ഞല്ലോ. രാവിലെ ഞങ്ങള് UUCയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആ UUC കുറച്ചു കഴിഞ്ഞപ്പോൾ മംഗലാപുരത്തു നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ലൈവ് ഇട്ടു, ഞാൻ ആരെയും എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഞാൻ ടൂർ വന്നതാണെന്ന്. നിങ്ങളുടെ കള്ളി പൊളിഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ സംഘർഷം, കള്ളവോട്ട് ചെയ്യാൻ. അവിടെ നിന്ന് കള്ളവോട്ടുമായി വന്ന് ആ കള്ളവോട്ട് ബസ്സിൽ കൊണ്ടുവന്നു ഇറക്കി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ABVP-യോട് പോലും വോട്ട് ചോദിച്ചവന്റെ പേരാണോ MSF? ആ MSFന്റെ നാക്കുകൊണ്ട് SFI എന്ന് ഉരിയാറാൻ നിനക്കൊന്നും ധൈര്യമില്ല. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്ന് RSSനെതിരെ നിലപാടെടുക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുണ്ടെങ്കിൽ അതിന്റെ പേര് SFI എന്നാണ്. ആർലക്കർക്കെതിരെ സമരം നടത്തി ജയിലിൽ പോയവന്റെ പേര് SFI എന്നാണ്. ഈ നാട്ടിൽ സംഘപരിവാറിനെ നേർക്കുനേർ നേരിടുന്നത് SFI എന്നാണ്. സംഘപരിവാറിനെ സ എന്ന് പോലും പറയാൻ ധൈര്യമില്ലാത്ത നീ ഇനി SFI എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി. പാനൂരിൽ, പെരിങ്ങത്തൂരിൽ മനസ്സിലായിട്ടുണ്ടാകും എന്താണ് SFI എന്ന്. ഇന്ന് രാത്രിയേക്ക് അല്ലെങ്കിൽ നാളെ രാവിലേക്ക് ഓരത് തിരിയും എന്ന് ഞങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വെല്ലുവിളിക്കാൻ, ഞങ്ങളെ ആക്രമിക്കാൻ, ഞങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഇനിയും വരുമായിരിക്കും. നിങ്ങൾക്ക് ABVP-കാരന്റെ വോട്ട് വേണമായിരിക്കും, നിങ്ങൾക്ക് ഫ്രട്ടേണിറ്റിക്കാരന്റെ വോട്ട് വേണമായിരിക്കും, നിങ്ങൾക്ക് KSUവിനെ കാല് പിടിക്കേണ്ടി വരും. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾ ഒറ്റക്ക് മതി. ഞങ്ങൾക്ക് 1000 MSFന്
ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ ഇവിടെ നിന്ന് നൂൽബന്ധത്തിന്റെ എല്ലാവിധ കളികൾ വേണമെങ്കിലും ഞങ്ങൾക്കത് ചെയ്യാൻ ഈ കാണുന്ന വിദ്യാർത്ഥികൾ മാത്രം മതി. അത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ കളക്ടറേറ്റിന്റെ മുന്നിൽ 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ട് SFI ഈ നാട്ടിൽ തെളിയിച്ചതാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഇത് ആവർത്തിക്കും. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതെല്ലാം ഞങ്ങൾ കാണും. ആ നിലയിൽ കണ്ടുകൊണ്ട് SFIയെ വിജയിപ്പിച്ച, SFIയെ ഹൃദയത്തോട് ചേർത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും കേരളത്തിലെ SFIക്ക് വേണ്ടി, മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യൂണിയൻ സക്രിയമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾക്ക് വേണ്ടി പോരാടും, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നൂതനമായ നിലയിൽ സംഘപരിവാറിനെ എതിർക്കുമ്പോഴും പ്രതിരോധിക്കുമ്പോഴും വിദ്യാർത്ഥികളെ കൂടുതൽ സക്രിയമാക്കുന്ന, സർഗാത്മകമാക്കുന്ന പരിപാടികളുമായി ഇവർ കടന്നുവരും. കണ്ണൂരിലും കാസർഗോഡിലും വയനാടിലും പരന്നു പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ.